കട്ടിയും പതയും ഗുണവുമുള്ള സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായി കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്കും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ മഞ്ചിഷ്ടയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അത്രയധികം ഗുണങ്ങളാണ് നമ്മുടെ മഞ്ചിഷ്ടയ്ക്കുള്ളത് കേട്ടോ. നമ്മുടെ സ്കിൻ കെയറിനായിട്ടാണ് കൂടുതലും മഞ്ചിഷ്ട യൂസ് ചെയ്യുന്നത്. ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കൊക്കെ പോവാനും നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനും നമുക്ക് മഞ്ചിഷ്ടയുടെ സോപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒഴിവ് സമയമൊക്കെ കിട്ടുന്ന നേരത്ത് ഞാനിങ്ങനെ പാക്കൊക്കെ ഇടാറുണ്ട്. നമ്മുടെ ഷോപ്പിലും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സോപ്പാണ് മഞ്ചിഷ്ടയുടെ സോപ്പ് കേട്ടോ. അപ്പൊ ഞാനിവിടെ മഞ്ചിഷ്ട മഞ്ചട്ടിക്കോല് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ് ദേ ഇരിക്കുന്നത്. ഈ പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആവണമെങ്കിൽ നമ്മുടെ മഞ്ചിഷ്ട സോപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ സോപ്പ് ബേസ് ഗ്ലിസറിന്റെ സോപ്പ് ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സോപ്പ് ബേസിലാണെങ്കിൽ നമുക്ക് ഏത് സോപ്പും വെറൈറ്റി സോപ്പുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോഴും കുറെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് സോപ്പിന് കട്ടിയില്ല, പതയില്ല, അങ്ങനെ കുറെ പേര് കംപ്ലൈന്റ് പറയുന്നവരുണ്ട്. എപ്പോഴും നമ്മൾ പ്രീമിയം ക്വാളിറ്റി ബേസ് എടുത്ത് ചെയ്യണം. പാരബനും സൾഫൈഡ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണിത്. ഇതെടുത്ത് ഒരെണ്ണം വിട്ടാൽ അവിടെ വീഴും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും നമ്മൾ ഇതുപോലെ ഉറപ്പും അതുപോലെ തന്നെ പതയുണ്ട് വെച്ചാൽ നമുക്കത് പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെന്ന് വിശ്വസിക്കാം. ചില ബേസുകൾ നമുക്ക് റേറ്റ് കുറവായിരിക്കും, പക്ഷെ അത് എന്താ പറയാ പാരബൻ ഫ്രീയും സൾഫൈഡ് ഫ്രീ ആയിരിക്കില്ല ചിലപ്പോ. അല്ലെങ്കിൽ നമുക്ക് പതയില്ലാത്തതാകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ക്വാളിറ്റി 10 രൂപ കൂടിയാലും നമ്മൾ ക്വാളിറ്റിയിൽ ഐറ്റം വെച്ച് ചെയ്യുക, എന്നാലാണ് നമുക്ക് പിന്നെയും കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബേസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ പൗഡർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ ബേസിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാൻസ്പെറന്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ എക്സ്ട്രാക്ട് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ചില്ലുകൂട് പോലെ കിട്ടും, നമുക്ക് കണ്ണാടി ചില്ല് പോലെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണാടി ചില്ല് പോലെ സോപ്പുകൾ കിട്ടുന്നത് എന്നുള്ളത്. നമ്മൾ എപ്പോഴും പ്രീമിയം ക്വാളിറ്റി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സും നല്ല രീതിയിൽ അവർക്ക് സെയിൽ ഉണ്ടാവാൻ തന്നെ കാരണം പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതേ കണ്ടില്ലേ, ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ 2/100 ബേസ് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 21 സോപ്പാണ് കിട്ടുക. പിന്നെയും കുറെ പേര് ചോദിക്കാറുണ്ട് നമുക്ക് 1 kg എത്ര സോപ്പ് കിട്ടും, ½ kg എത്ര സോപ്പ് കിട്ടും എന്നൊക്കെ. 1 kg 100 ഗ്രാമിന് നമുക്ക് 10 സോപ്പാണ് കേട്ടോ കിട്ടുക. കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നമുക്ക്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് 100 ഗ്രാമിന്റെ സോപ്പ് വെച്ച് ഒരു 10 എണ്ണം എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ബേസ് എല്ലാം കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മളിവിടെ 2/200 കേട്ടോ ബേസ് എടുക്കുന്നത്. ഞാനിവിടെ നേരത്തെ പറഞ്ഞു 2/100 എന്ന്, ഇവിടെ 2/200 കേട്ടോ ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഗ്ലാസ് ജാറിലൊന്നും ഇത് കൊള്ളില്ല. അപ്പൊ നമ്മള് വലിയൊരു ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് പൗഡർ മാത്രമല്ല കേട്ടോ, നമുക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ടും അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടും ഈ സോപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. നല്ല ഒരു എഫക്റ്റ് ആണ് നമുക്ക് ആ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് മെൽറ്റ് ചെയ്താലോ. അപ്പൊ ദേ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം ഉള്ള കാരണം കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ നമുക്ക് മെൽറ്റ് ആയി കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് മെൽറ്റ് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മഞ്ചിഷ്ടയുടെ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം പൗഡർ മഞ്ചിഷ്ടയുടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തരിയില്ലാണ്ട് കട്ടയില്ലാണ്ട് മഞ്ചിഷ്ട പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമ്മള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വെജിറ്റബിൾ ഗ്ലിസറിനിൽ മഞ്ചിഷ്ടയുടെ പൗഡർ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഉടയാതെ കിടക്കും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്.
ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 10 ml ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 5 ടാബ്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അപ്പോൾ ഫ്രാഗ്രൻസ് ഞാനിവിടെ ലില്ലിയുടെ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ മോൾഡിലേക്കും നമുക്ക് സോപ്പിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ബേസ് ആണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും സോപ്പ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പതയും അതുപോലെ ഗുണമുള്ള നമ്മുടെ സോപ്പ് ബേസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ടയുടെ സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിമ്പിൾസൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് നമ്മുടെ ഈ സോപ്പ് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സോപ്പിൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. മഞ്ചിഷ്ടയുടെ സോപ്പ് മേക്കിംഗ് കിറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോപ്പുകൾ വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.